ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇടാൻ പോകുന്നത്. പിന്നീട് അങ്ങോട്ട് നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ രണ്ടുപേരും ഭംഗിക്ക് വെച്ചതല്ല കേട്ടോ. പൊടി പറയാൻ കണ്ണിന് പെട്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അലർജി വരെ. അപ്പോൾ ഇതാ ഈ ചായക്കടയിൽ ഞങ്ങൾ നിർത്തിയിട്ട് അവിടുന്ന് ചായയും അതേപോലെ അവന് കുറച്ച് സ്നാക്സ് ഐറ്റംസും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ ലോഡായിട്ട് പോകുന്ന ആൾക്കാരാണ്. അവർ മോന് മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. മോനുള്ളതുകൊണ്ട് തന്നെ അവന് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ സ്ഥലത്ത് നിർത്തിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിലൊക്കെ അധികം ഇതേപോലെ മരത്തിൽ പർപ്പിൾ കളർ ഫ്ലവർ വിരിഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു അത്. അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് ഫോട്ടോ പോയിൻറ്റിലേക്കാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഞങ്ങൾ ഏതൊക്കെയോ ഗ്യാപ്പ് റോഡിനൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. റോഡ് ഭയങ്കര മോശമാണെങ്കിലും നല്ല വ്യൂ കാണാൻ പറ്റി കേട്ടോ. ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ ഗ്യാപ്പ് റോഡിന് പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ വ്യൂ മിസ്സാവാതിരുന്നത് എന്നുള്ളത്. ഞങ്ങൾക്ക് വഴി തെറ്റിയിട്ട് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളെ കണ്ടപ്പോൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ പോയിൻറ്റിലേക്കാണെന്ന് പറഞ്ഞപ്പം അവരാണ് ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നത്. അവർ പറഞ്ഞു റോഡ് മോശമാണ്, പക്ഷേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമെന്ന്. ശരിക്കൊരു കുഞ്ഞു റോഡാണ് കേട്ടോ. ആ റോഡിലൂടെ വേറൊരു വണ്ടിയും ഞങ്ങൾ കണ്ടിട്ടില്ല. വഴി ചോദിക്കാൻ പോലും ആരെയും കണ്ടിട്ടില്ല. ശരിക്കും ആ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഞങ്ങൾ എത്തിപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ശരിക്കും വഴി തെറ്റി എന്നല്ല പറയേണ്ടത്, ഗൂഗിൾ മാപ്പ് ചതിച്ചതാണ് കേട്ടോ. ശരിക്കും ഈ മൂന്നാർ ട്രിപ്പിൽ എൻ്റെ മൈൻഡിൽ പതിഞ്ഞു കിടക്കുന്ന വ്യൂ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഗ്യാപ്പ് റോഡിലൂടെ പോയ വ്യൂ ആണ് കേട്ടോ. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് നല്ല പീസ്ഫുള്ളായിട്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയത് ഈ ഒരു ഗ്യാപ്പ് റോഡിലൂടെ പോയപ്പോഴാണ് കേട്ടോ. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ഫ്ലോപ്പായതിൻ്റെ സങ്കടം ഞാൻ ഈ ഒരു വ്യൂ കണ്ടിട്ടാണ് കേട്ടോ തീർത്തത്. കുറച്ചും കൂടെ ഉള്ളോട്ടേക്ക് പോയപ്പോൾ ഒരു കാട് പോലെ തോന്നിയെങ്കിലും ഈ വ്യൂ കാണാൻ പറ്റിയൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് കേട്ടോ ഈ ഒരു കാറ് കണ്ടത്. അപ്പോൾ കുറച്ച് സമാധാനമായി. ആ പോലീസ് സ്റ്റേഷനിൽ അവർ പറഞ്ഞ പോലെ തന്നെ റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ കേരളത്തിലെ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നവർക്ക് ഇതൊരു മോശം റോഡായിട്ടൊന്നും തോന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ പോയിൻറ്റിലെത്തി കേട്ടോ. അപ്പോഴേക്കും മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ അവിടെ എത്തി നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എഴുന്നേറ്റു കേട്ടോ. അവിടെ കുറച്ച് കുതിരേനെയൊക്കെ കണ്ടപ്പോൾ ആളുടെ ഉറക്കം പോയിട്ടോ. പിന്നെ ഈ പോകുന്ന വഴിയിലൊക്കെ ഓരോരോ ചെറിയ ചെറിയ കടകളുണ്ട്. ടോയ്സ് ആയിട്ടും അതേപോലെ ഫുഡിൻ്റെ ഐറ്റംസ് ആയിട്ടും അങ്ങനെ കുറേ. കൂടുതൽ മാഗി, ചോളം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അവിടെ കുറച്ച് പേര് ക്യാമറയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് എടുത്ത് തരും കേട്ടോ. പൈസ കൊടുത്താൽ മതി. അതേപോലെ കുതിരപ്പുറത്ത് കയറിയിട്ട് ആണെങ്കിലും നമുക്ക് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതാ ഒരാൾ ഓരോരോ സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഓർഡർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ആ റോസ് കളറുള്ള പീപ്പി വേണമെന്നാണ് അവൻ്റെ അച്ഛനോട് പറയുന്നത്. ഞങ്ങൾ പിന്നെ അവിടുന്ന് ചോളും അതേപോലെ ബ്രെഡ് ഓംലേറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിച്ച് ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് വന്നപ്പം അവിടെ ഇതേപോലെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് അതെന്താണെന്നൊക്കെ പോയി നോക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അവിടെ ഒരു തോക്കുണ്ട്. ആ തോക്കുകൊണ്ട് ബലൂൺ ഷൂട്ട് ചെയ്തിട്ട് പൊട്ടിക്കുക, അതാണ് കേട്ടോ ഗെയിം. ഞാൻ ആ സൈഡിലേക്ക് പോയി നോക്കാത്തത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അവൻ ആ തോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ട്രിപ്പിന് പോകാമെന്ന് പറഞ്ഞപ്പം മോർണിംഗ് കൊണ്ടോ ബൈക്കിനോ ആ കാലിക്കറ്റിൽ നിന്ന് മൂന്നാറിലേക്ക് അത്രയും ദൂരമൊക്കെയോ എന്നൊക്കെ. എനിക്കായാലും ഹസ്ബൻഡിനായാലും മോനായാലും ബൈക്കിൽ ട്രിപ്പ് പോകുന്നതാണ് ഇഷ്ടം. ഞങ്ങൾക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ ബൈക്കിൽ പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സത്യമാണ്, ബാക്ക് പെയിനും കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ആ ട്രിപ്പ് നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്കൊരു പ്രശ്നമാവില്ല കേട്ടോ. നമ്മളതൊന്നും വലിയ കാര്യമാക്കി എടുക്കില്ല. നമുക്കതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യൂല കേട്ടോ. കൂടുതൽ പേർക്കും അത് ഫാമിലീസിനൊക്കെ ആണെങ്കിലും എൻ്റെ അമ്മ, അച്ഛൻ അങ്ങനെ എല്ലാവർക്കും മോനെ കൊണ്ട് ഇത്രയും ദൂരം ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നതായിരുന്നു കേട്ടോ പ്രോബ്ലം. ഞങ്ങളുടെ ഒരു അറിവ് വെച്ചിട്ട് ബൈക്കിന് പോകുന്നതിനേക്കാൾ മോൻ ടയേർഡായിട്ട് തോന്നിയിട്ടുള്ളത് കാറിന് പോകുമ്പോഴാണ് കേട്ടോ. അവന് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അവൻ ഭയങ്കര ടയേർഡായി പോവും. പിന്നെ അവന് അത് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നിയിട്ടുണ്ട്. കുറച്ച് ദൂരം തന്നെ ബൈക്കിന് പോയാൽ വേഗം അവൻ പറയും വൊമിറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അവന് അവൻ്റേതായിട്ടുള്ള എനർജി തന്നെ പോയതുപോലെ തോന്നും കേട്ടോ.
അവനെന്താ ഈ പറഞ്ഞതെന്നല്ലേ, അവൻ്റെ അച്ഛൻ്റെ ഹെൽമെറ്റ് ആനയാണ്, അവനതിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടോ. ആൾക്ക് എപ്പോൾ വണ്ടി കയറിയാലും മുമ്പിലിരിക്കുന്ന ആളുടെ ഹെൽമെറ്റിൻ്റെ മുകളിലാണ് കേട്ടോ കളി. അത് ആരായാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഡാമിലെത്തി കേട്ടോ. അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, അതേപോലെ നല്ല വെയിലും ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയപ്പോൾ അവിടെ ഇതേപോലെ തന്നെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെതാണെങ്കിലും അല്ലാതെ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോനെപ്പോഴും ബൈക്കിൽ നിന്നുകൊണ്ട് ട്രാവൽ ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. അത് കാണുമ്പോൾ എല്ലാവർക്കും നല്ല പേടിയാണ്. കുറേ പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങൾ എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല. ഞങ്ങൾ കുറേ പറഞ്ഞ് കൺവിൻസ് ചെയ്താൽ കുറച്ച് ദൂരം നിർത്തി പിന്നെ കുറച്ചൊന്ന് ഇരുത്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്. പിന്നെ അവൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ മെല്ലെ പോവാറുള്ളൂ. അതിൽ ഞങ്ങൾ ഓക്കെയാണ്. അതൊക്കെ ആദ്യം എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. കാരണം അവന് വണ്ടിയിൽ കയറിയാൽ അപ്പം തുടങ്ങും മുമ്പിലിരിക്കണം അല്ലെങ്കിൽ നിൽക്കണം, അങ്ങനെയുള്ള ഓരോരോ വാശികളാണ് കേട്ടോ. എത്ര പറഞ്ഞാലും ആ കാര്യം എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾക്കത് കൺവിൻസ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ പിന്നെ ഞങ്ങൾ അതുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടോ. എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് ഫാമിലിയിൽ നിന്നടക്കം എല്ലാവരും ഞങ്ങളെ ചീത്ത പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഈ മൂന്നാർ ട്രിപ്പിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവൻ മാത്രമല്ല ഇപ്പോഴുള്ള അധികം മക്കളും ഇങ്ങനെയാണെന്ന്. കാരണം ഞങ്ങൾ ഒരുപാട് ഫാമിലീസിനെ കണ്ടു ഇതേപോലെ നിന്നിട്ട് മക്കൾ ട്രാവൽ ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ ഞാൻ മാരേജിന് മുമ്പേ അങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ല കേട്ടോ. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ട്രിപ്പ് പോകുക എന്നല്ലാതെ ഫാമിലീൻ്റെ കൂടെ അങ്ങനെ എവിടെയും പോകാറില്ല. അതും ബൈക്കിന് ട്രിപ്പ് പോകുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. അതും ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഹാപ്പി ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ബൈക്ക് ട്രിപ്പ് ഊട്ടിയിലേക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയില്ല, ഊട്ടിയിലേക്ക് എത്ര പോയാലും എനിക്ക് മതിയാവില്ല കേട്ടോ. അതും ബൈക്കിന് പോകാനാണ് ഇഷ്ടം, അതും ഫോറസ്റ്റ് കയറിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.